എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾക്കും ആരോഗ്യപരമായ സമാധാനപരമായ ഷഷ്ഠീവ്രത ആശംസകൾ. ഈ വീഡിയോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വ്യാഴാഴ്ച എടുത്ത വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ വ്യാഴാഴ്ച ദിവസത്തിൻ്റെ പ്രത്യേകതകളും വ്യാഴാഴ്ച ദിവസം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമാണ് കൂടുതൽ ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നത്. വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് ഞാൻ ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കുന്നതാണ്. ഒരു തട്ടത്തിൽ 5 അകൽ വിളക്കുകൾ 48 ദിവസങ്ങൾ നമുക്ക് എന്ത് തന്നെ പ്രാർത്ഥനകളുണ്ടെങ്കിലും കൃത്യമായി ഒരു 48 ദിവസങ്ങൾ ഇഷ്ടഭഗവാനെ കുലദൈവത്തെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ 4:30-5:30 തെളിയിക്കുന്നൊരു ദീപമാണ് ബ്രാഹ്മമുഹൂർത്ത അഥവാ ബ്രഹ്മമുഹൂർത്ത ദീപം എന്ന് പറയുന്നത്. ഈ ബ്രഹ്മമുഹൂർത്ത ദീപം തെളിയിക്കുന്നതിന് വേണ്ടി പ്രത്യേക രീതിയിൽ ഫാസ്റ്റിംഗ് ഇരിക്കണമെന്ന്, അതായത് മത്സ്യമാംസാദികൾ ഒഴിവാക്കിക്കൊണ്ട് ഒരു വ്രതം അനുഷ്ഠിക്കണമെന്ന നിർബന്ധമില്ല. ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലത്. എല്ലാ ദിവസവും ബ്രഹ്മമുഹൂർത്തത്തിൽ ദീപം തെളിയിക്കാൻ സാധിക്കുന്നില്ല. എന്നാൽ അതുപോലെ റിസൾട്ട് തരുന്ന അടുത്തൊരു നല്ലൊരു സമയം, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു സമയം പറയാമോ? അതാത് ദിവസങ്ങളിൽ ഏത് സമയത്താണ് ദീപം തെളിയിക്കേണ്ടത് എന്ന് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. എപ്പോഴും ബ്രഹ്മമുഹൂർത്ത സമയം വളരെ ഹൈലി ഓസ്പിഷ്യസ് ആയിട്ടുള്ള സമയമാണ് ദീപം തെളിയിക്കുന്നതിന് വേണ്ടി, നമ്മുടെ ഒരു ആഗ്രഹം പെട്ടെന്ന് നടക്കുന്നതിന് വേണ്ടി. അതായത് അവരവരുടെ കർമ്മവിനകൾക്കനുസരിച്ചുള്ളൊരു സ്പീഡിൽ നമ്മുടെ ആഗ്രഹങ്ങൾ ഈ ബ്രഹ്മമുഹൂർത്ത ദീപം തുടർച്ചയായി തെളിയിക്കുന്നതിലൂടെ നിശ്ചയമായും നടക്കുന്നതാണ്. അവരവരുടെ കർമ്മവിനകൾക്കനുസരിച്ച് സമയം കൂടുതലും കുറവും എടുത്തേക്കാം. എന്തു തന്നെയായിരുന്നാലും നമ്മളൊരു കാര്യം ഭക്തിയോടുകൂടി ആത്മാർത്ഥതയോടുകൂടി തുടർച്ചയായി ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ളൊരു ഫലം, റിസൾട്ട് അത് കിട്ടുക തന്നെ ചെയ്യും. ഈ യൂണിവേഴ്സ് നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കുന്നതിന് വേണ്ടിയുള്ള സാഹചര്യങ്ങൾ നമുക്ക് മുന്നിൽ തന്നെ തുറന്നു തരുന്നതായിട്ട് നമുക്കത് അനുഭവിച്ചറിയാൻ സാധിക്കും. ഇനി നമുക്ക് ഒരു ദിവസത്തിൽ വരുന്ന അടുത്തടുത്ത നല്ല സമയങ്ങൾ നോക്കാം. എല്ലാ ദിവസവും എങ്ങനെയാണോ ഈ ബ്രഹ്മമുഹൂർത്ത സമയമുള്ളത്, അതേപോലെ അഭിജിത്ത് മുഹൂർത്തം എന്നൊരു സമയമുണ്ട്. എല്ലാ ദിവസങ്ങളിലും ഈ അഭിജിത്ത് മുഹൂർത്തം വരുന്നുണ്ട്. നമുക്ക് പഞ്ചാംഗം നോക്കി അതാത് സ്ഥലങ്ങളിലെ സൂര്യ ഉദയ സമയത്തിനനുസരിച്ച് ഈ അഭിജിത്ത് മുഹൂർത്തം വ്യത്യസ്തപ്പെടും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ പലരും പല സ്ഥലങ്ങളിൽ പല രാജ്യങ്ങളിൽ നിന്ന് കാണുന്നവരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏത് നാട്ടിലാണോ ഏത് രാജ്യത്താണോ അവിടുത്തെ സൂര്യ ഉദയ സമയം കണക്കാക്കി വേണം ഈ അഭിജിത്ത് മുഹൂർത്തവും കണക്കിലെടുക്കാൻ. നമുക്ക് ഗൂഗിളിൽ പഞ്ചാംഗം നോക്കിക്കഴിഞ്ഞാൽ വളരെ കൃത്യമായി അതാത് നാട്ടിലെ ഈ അഭിജിത്ത് മുഹൂർത്തവും ബ്രഹ്മമുഹൂർത്തവും എല്ലാം നമുക്ക് ഈസി ആയിട്ട് ഇന്നത്തെ കാലത്ത് ലഭ്യമാണ്. അങ്ങനെ ഗൂഗിളിൽ നോക്കി നിങ്ങൾക്ക് ആസ്പിഷ്യസ് ആയിട്ടുള്ള ഇനാസ്പിഷ്യസ് ആയിട്ടുള്ള സമയങ്ങളെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും. ദൃക് പഞ്ചാംഗം വളരെ നല്ലതാണ്, ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, ശ്രദ്ധിക്കുക. ഇനി അടുത്തതായി ദീപം വയ്ക്കാൻ വളരെ നല്ലൊരു സമയം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാത് ദിവസങ്ങളിൽ അതാത് ഹോരയുണ്ട്. അതായത് ഞായറാഴ്ച ദിവസം സൂര്യഹോരയ്ക്കാണ് പ്രാധാന്യം. തിങ്കളാഴ്ച ദിവസം ചന്ദ്രഹോരയ്ക്കാണെങ്കിൽ ചൊവ്വാഴ്ച ദിവസം ചൊവ്വാഹോരയ്ക്കാണ്. ബുധനാഴ്ച ദിവസം ബുധൻ ഹോരയും, വ്യാഴാഴ്ച ദിവസം ഗുരുഹോരയും, വെള്ളിയാഴ്ച ദിവസം ശുക്രഹോരയും, ശനിയാഴ്ച ദിവസം ശനിഹോരയും പ്രാധാന്യമുള്ളതാണ്. എല്ലാ ദിവസങ്ങളിലും രാവിലെ 6 മണി മുതൽ 7 മണി വരെ അതാത് ദിനങ്ങളിലെ അതാത് ഹോര വരുന്നു. അതായത് ഞായറാഴ്ച ദിവസം രാവിലെ 6 മണി മുതൽ 7 മണി വരെ, ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ, രാത്രി 8 മണി മുതൽ 9 മണി വരെ സൂര്യഹോരയാണ്. ഇതേപോലെ തന്നെ മറ്റ് ദിവസങ്ങളിലും ഇതേ സമയങ്ങളിൽ അതാത് ദിവസത്തെ ഹോര ആവർത്തിക്കപ്പെടുന്നു. ഇനിയും വ്യക്തമായി പറയുകയാണെങ്കിൽ തിങ്കളാഴ്ച ദിവസം ചന്ദ്രഹോരയ്ക്കാണ് പ്രാധാന്യം. അതുകൊണ്ട് തന്നെ രാവിലെ 6 മണി മുതൽ 7 മണി വരെ, ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ, രാത്രി 8 മണി മുതൽ 9 മണി വരെ ചന്ദ്രഹോരയാണ്. തിങ്കളാഴ്ച ചന്ദ്രൻ്റെ ദിനമാണ്. അതുകൊണ്ടാണ് ഈ സമയം ചന്ദ്രഹോര വരുന്നത്. ചൊവ്വാഴ്ച ദിവസം ചൊവ്വാഗ്രഹത്തിൻ്റെ ദിനമാണ്. അതുകൊണ്ട് തന്നെ
ചൊവ്വാഹോരയ്ക്കാണ് ഇവിടെ പ്രാധാന്യവും. ഇതേ സമയങ്ങളിൽ ചൊവ്വാഹോരയാണ് ആവർത്തിക്കപ്പെടുന്നത്. ബുധനാഴ്ച ദിവസം ബുധൻ ഹോരയും വ്യാഴാഴ്ച ദിവസം ഇതേ സമയങ്ങളിൽ, അതായത് രാവിലെ 6 മണി മുതൽ 7 മണി വരെ, ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ, രാത്രി 8 മണി മുതൽ 9 മണി വരെ ഗുരുഹോരയാണ്. വെള്ളിയാഴ്ച ദിവസം നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ശുക്രഭഗവാന്റെ ദിനമാണ്. അതുകൊണ്ട് തന്നെ രാവിലെ 6 മണി മുതൽ 7 മണി വരെ, ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ, രാത്രി 8 മണി മുതൽ 9 മണി വരെ ശുക്രഹോരയാണ്. ശനിയാഴ്ച ദിവസം ഇതേ സമയങ്ങളിൽ ശനിഹോരയും വരുന്നു. ഇനി ഹോര എന്നുള്ളത് എന്താണെന്നാണ് പലർക്കുള്ള സംശയം. ഒരുപാട് പേര് ചോദിക്കുന്നു, എന്താണ് ഹോര? ഈ ഹോര എന്ന് പറയുന്നത് ഒരു ഗ്രഹത്തിൻ്റെ ആധിപത്യം വളരെ കൂടുതലുള്ളൊരു പീരിയഡ്, ഒരു സമയം, കാലയളവിനെയാണ് നമ്മൾ ഹോര എന്ന് പറയുന്നത്. അതായത് ചൊവ്വാഴ്ച ദിവസം രാവിലെ 6 മണി മുതൽ 7 മണി വരെ ചൊവ്വാഹോരയാണെന്ന് പറഞ്ഞു. ഈ സമയം ഗ്രഹത്തിൻ്റെ ആധിക്യം ഭൂമിയിൽ വളരെ കൂടുതലുള്ള കാലയളവാണ്, സമയമാണ്. അതാണ് രാവിലെ 6 മണി മുതൽ 7 മണി വരെ ചൊവ്വാഴ്ച ദിവസം ചൊവ്വാഹോര എന്ന് പറയുന്നത്. ചൊവ്വാഗ്രഹം എന്ന് പറയുന്നത് നമ്മൾ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നതിന് വേണ്ടി ഈ ചൊവ്വാഹോര നമ്മൾ പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ വളരെ നല്ല രീതിയിൽ സ്മൂത്തായി, തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ തടസ്സങ്ങളൊന്നുമില്ലാതെ നമുക്ക് നടത്തിയെടുക്കാൻ സാധിക്കും. ചൊവ്വാഗ്രഹത്തിൻ്റെ പ്രീതി നേടിയെടുക്കുന്നത് വളരെ നല്ലതാണ്. അതുകൊണ്ടാണ് ചൊവ്വാഴ്ച ദിവസം ചൊവ്വാഹോരയ്ക്ക് മുരുകന് വേണ്ടി, ഭഗവാൻ സുബ്രഹ്മണ്യന് വേണ്ടി, ചൊവ്വാഗ്രഹത്തിൻ്റെ അധിപനാണ് സുബ്രഹ്മണ്യൻ. അതുകൊണ്ട് തന്നെ സുബ്രഹ്മണ്യ ഭഗവാനും ചൊവ്വാഗ്രഹത്തിനും വേണ്ടി പ്രാർത്ഥന ചെയ്തുകൊണ്ട് നമ്മൾ വെറ്റില ദീപം തെളിയിക്കുന്നത്. ഭൂമി സംബന്ധമായിട്ടുള്ള ഇടപാടുകൾ വളരെ സ്മൂത്തായിട്ട്, അത് വീട് വാങ്ങുന്നതിനോ സ്ഥലം വിൽക്കുന്നതിനോ വാങ്ങുന്നതിനോ, സ്ഥലം സംബന്ധിച്ച് ഭൂമി സംബന്ധിച്ചിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ചൊവ്വാഹോര നിങ്ങൾ മുറുക്കെ പിടിക്കുക. ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമല്ല, കടങ്ങൾ പെട്ടെന്ന് തീർക്കുവാനും നമുക്ക് ഈ ചൊവ്വാഹോര പ്രയോജനപ്പെടുത്താവുന്നതാണ്. നമുക്കൊരു കടമുണ്ട്, ഒരു ലോൺ ഉണ്ടെങ്കിൽ ആ ലോണിലേക്ക് ഒരു നിശ്ചിത തുക, അത് 1000-ഓ 100-ഓ 10 രൂപയാണെങ്കിൽ 10 രൂപ ഈ ചൊവ്വാഹോരയിൽ എടുത്ത് മാറ്റി വയ്ക്കുക. അല്ലെങ്കിൽ ആ കടത്തിലേക്ക് അടയ്ക്കുന്നത്, വളരെ പെട്ടെന്ന് നമുക്ക് ആ കടം അടച്ചു തീർക്കാൻ സാധിക്കും. അതേപോലെ തന്നെ എല്ലാ ദിവസങ്ങളിലും ഗുളിക എന്നൊരു സമയമുണ്ട്. ഈ ഗുളിക സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ലൊരു സമയമാണ്. പലരും ഈ ഒരു മുഹൂർത്തത്തെ, അതായത് ഗുളിക സമയം, വളരെ മോശമായിട്ടുള്ള, ശുഭകരമല്ലാത്തൊരു സമയമായിട്ടാണ് കണക്കാക്കുന്നത്. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റായിട്ടുള്ളൊരു രീതിയാണ്. നമ്മൾ വിവാഹം പോലുള്ള കാര്യങ്ങൾക്ക് മാത്രമാണ് ഗുളിക സമയം തിരഞ്ഞെടുക്കാത്തത്. കാരണം ഗുളിക സമയത്ത് നമ്മളൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ അത് വീണ്ടും വീണ്ടും നമ്മൾ ചെയ്യാൻ നിർബന്ധിതരാകുന്ന ഒരു സിറ്റുവേഷൻ വരുന്നതാണ് നമ്മൾ ഈ ഗുളിക സമയത്തിൻ്റെ ഒരു പ്രത്യേകത. വിവാഹം പോലുള്ളൊരു ചടങ്ങ് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം നടക്കണമെന്നും അത് നിരന്തരമായിരിക്കണമെന്ന ഒരു താല്പര്യം കൊണ്ടാണ് നമ്മൾ ഗുളിക സമയത്ത് വിവാഹം നടത്താത്തത്. എന്നാൽ സീമന്തം ഈ ഗുളിക സമയത്ത് നടത്തുന്നത് കൊണ്ട് വളരെ നല്ലതാണ്, തെറ്റില്ല. കാരണം ആ ദമ്പതികൾക്ക് അടുത്തതായി വീണ്ടും ഒരു കുഞ്ഞെന്ന ഭാഗ്യം വീണ്ടും വരുവാനും, വീണ്ടും സീമന്തം നടത്തുവാനും, അല്ലെങ്കിൽ ആ കുടുംബത്തിൽ അവരുടെ സഹോദരങ്ങൾക്ക് ആരെങ്കിലും വിവാഹിതരാണെങ്കിൽ അവർക്കടുത്തതായി ഇതുപോലെ ആ വീട്ടിൽ സീമന്തം നടത്തി കാണുവാനുള്ളൊരു താല്പര്യം കൊണ്ട് നമുക്ക് സീമന്തം പോലുള്ള കാര്യങ്ങൾ ഗുളിക സമയത്ത് നടത്താറുണ്ട്. അതേപോലെ തന്നെ വീട് വയ്ക്കുക, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക, ഒരു ഭൂമി വാങ്ങിക്കുക, കടങ്ങൾ അടയ്ക്കുക, ഇത്തരം കാര്യങ്ങൾക്ക് തീർച്ചയായിട്ടും ഗുളിക സമയം തിരഞ്ഞെടുക്കാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, കടങ്ങൾ അടയ്ക്കാനാണ് ഈ സമയം തിരഞ്ഞെടുക്കേണ്ടത്. ഈ സമയത്ത് ഒരിക്കലും കടം വാങ്ങരുത്, സ്വർണം വിൽക്കരുത്. ഇനി നമുക്ക് ഗുരുഹോരയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. എല്ലാ ദിവസങ്ങളിലും ഗുരുഹോര വരുന്നുണ്ട്. എന്നാൽ വ്യാഴാഴ്ച ദിവസം വരുന്ന, വ്യാഴം എന്ന് പറയുന്നത് ഗുരുവാണ്. അപ്പോൾ വ്യാഴാഴ്ച ദിവസം വരുന്ന ഗുരുഹോരയ്ക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. വളരെ ഹൈലി ഓസ്പിഷ്യസ് ആയിട്ടുള്ളൊരു ദിവസവും സമയവുമാണ്, നേരവുമാണ് വ്യാഴാഴ്ച ദിവസവും വ്യാഴാഴ്ച ദിവസം വരുന്ന ഗുരുഹോരയും. ഈ ഗുരുഹോരയിൽ നമുക്ക് അറിവിൻ്റെ സംബന്ധമായിട്ടുള്ള, അതേപോലെ തന്നെ ബിസിനസ് സംബന്ധമായിട്ടുള്ള
സംബന്ധമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള സ്പിരിച്വലായിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾ വ്യാഴാഴ്ച ദിവസം വരുന്ന ഗുരുഹോരയിൽ തുടങ്ങുന്നത് വളരെ നല്ലതാണ്. അത് ചെയ്യുന്ന കാര്യങ്ങളിൽ ശുഭകരമായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ളൊരു റിസൾട്ട് തരുന്നു. ഈ വ്യാഴാഴ്ച ദിവസം ഗുരുഹോരയിൽ നമ്മൾ ദീപം വയ്ക്കുക. ഈ ദീപം വയ്ക്കേണ്ടുന്ന സമയം അടുത്തത് അതാത് ദിവസങ്ങളിലെ അതാത് ഹോര സമയമാണ്. വ്യാഴാഴ്ച ദിവസം ബ്രാഹ്മമുഹൂർത്തം വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ ഗുരുഹോരയിൽ സൂര്യൻ ഉദിച്ച് അടുത്ത 1 അവർ ഗുരുഹോരയാണ് കേട്ടോ. അതാണ് നമ്മൾ സാധാരണ 6 മണിക്ക് സൂര്യോദയമാണെങ്കിൽ 6 to 7 എന്നുള്ള പൊതുവായിട്ടുള്ള കണക്ക് വയ്ക്കുന്നത്. അപ്പോൾ ഗുരുഹോരയിൽ ദീപം തെളിയിച്ച് നമ്മൾ ഗുരു ഗായത്രി മന്ത്രം ചൊല്ലുന്നത് നല്ലതാണ്. അതാത് ഗ്രഹങ്ങൾക്ക് ഗായത്രി മന്ത്രമുണ്ട്. അതിന് നിങ്ങൾ ഒരു സകല ദേവതാ ഗായത്രി മന്ത്രങ്ങൾ എന്ന പുസ്തകമുണ്ട്. ആ പുസ്തകം കയ്യിൽ മേടിച്ച് വയ്ക്കുന്നത് നല്ലതാണ്. ഗ്രഹങ്ങൾക്ക് മാത്രമല്ല നക്ഷത്രങ്ങൾക്കും മന്ത്രമുണ്ട്. നിങ്ങളുടെ നക്ഷത്രം ഏതാണ് ആ നക്ഷത്രത്തിനുള്ള മന്ത്രങ്ങളും അതാത് ദിനങ്ങളിൽ അതാത് ഗ്രഹങ്ങൾക്കുള്ള മന്ത്രങ്ങളും അതാത് ഭഗവാന്മാർക്കുള്ള മന്ത്രങ്ങളും ഗായത്രി മന്ത്രങ്ങളും 108 തവണ ചൊല്ലുന്നത് വളരെ നല്ലത്. ഇനി നിങ്ങൾ ബിസിനസ് ചെയ്യുന്നുണ്ട്, ജോലിയുണ്ട്, തിരക്കാണ് എന്നുണ്ടെങ്കിൽ അത്രയും സമയമില്ല, മറ്റൊരുപാട് മന്ത്രങ്ങൾ പാരായണം ചെയ്യാനുണ്ട്, കൂടെ 108 തവണ ഗായത്രി മന്ത്രം ചൊല്ലാൻ സമയമില്ലെങ്കിൽ ഒരു 11 തവണ 21 തവണ കുറഞ്ഞത് ഒരു തവണയെങ്കിലും അതാത് ദിവസങ്ങളിൽ അതാത് മന്ത്രങ്ങൾ ചൊല്ലുക. അറിയുമെങ്കിൽ ചൊല്ലുക. അല്ലെങ്കിൽ സകല ദേവതാ ഗായത്രി മന്ത്രങ്ങളുണ്ട്. www.vibisilver.in നമ്മുടെ സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് പുസ്തകം പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇനി സൈറ്റിൽ പർച്ചേസ് ചെയ്യാൻ അറിയില്ലാത്തവർക്ക് നമ്മുടെ ഫോൺ നമ്പർ, വാട്സപ്പ് ഫോൺ നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ കോൺടാക്റ്റ് ചെയ്ത് സകല ദേവതാ ഗായത്രി മന്ത്രങ്ങൾ തുടങ്ങിയിട്ടുള്ള ഓടിൻ്റെ ബ്രാസ് ഐറ്റംസ്, വിളക്കുകൾ, ഈ വീഡിയോയിൽ കാണുന്ന ഇത് തന്നെ ഓടിൻ്റെ ഐറ്റംസ് ആണെങ്കിലും പൂജ ഐറ്റംസ് ആണെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി എന്തിനാണ് വ്യാഴാഴ്ച ദിവസം നമ്മൾ ഗുരു ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ സംബന്ധമായിട്ടുള്ള, അറിവ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക്, മക്കളുടെ പഠിപ്പാണെങ്കിലും അതുകൊണ്ട് എന്തെങ്കിലും തടസ്സങ്ങൾ നേരിടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഗുരു ഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഗുരു ഭഗവാന് വേണ്ടി 2 അകൽവിളക്കിൽ നെയ്ദീപം തെളിയിച്ച് വയ്ക്കുക. ഗുരു ഗായത്രി മന്ത്രങ്ങൾ ചൊല്ലുക. അതേപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള, ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് സാമ്പത്തികമായിട്ടുള്ള, അതേപോലെ തന്നെ ബിസിനസ്സിൽ എന്തെങ്കിലും തടസ്സങ്ങൾ ഒക്കെ നേരിടുകയാണെന്നുണ്ടെങ്കിൽ ഗുരു ഭഗവാനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. വിവാഹ തടസ്സത്തിനും ഗുരു ഭഗവാന് നല്ല രീതിയിൽ പ്രാർത്ഥന ചെയ്തു വരുന്നത് ഈ വിവാഹ തടസ്സം, സാമ്പത്തിക തടസ്സം, എഡ്യൂക്കേഷണൽ സംബന്ധമായിട്ടുള്ള കുട്ടികളുടെ പഠിപ്പിൽ തടസ്സങ്ങൾ നേരിടുകയാണെങ്കിൽ നല്ല രീതിയിൽ ഇങ്ങനെ നമുക്ക് ഗുരു പ്രീതി നേടിക്കൊണ്ട് ഈ വക പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിക്കാൻ സാധിക്കും. മാത്രമല്ല മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, വ്യാഴാഴ്ച ദിവസം ഗുരുഹോര എന്ന് പറയുന്നത് വളരെ ഓസ്പിഷ്യസ് ആയിട്ടുള്ള സമയമായതുകൊണ്ട് നല്ല കാര്യങ്ങൾക്ക്, ശുഭകരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഈ സമയം പ്രയോജനപ്പെടുത്തുക. നല്ലതല്ലാത്ത, ശുഭകരമല്ലാത്ത കാര്യങ്ങൾക്കൊരിക്കലും ഗുരുഹോര നമ്മൾ എടുക്കരുത്. അത് നെഗറ്റീവായിട്ട് നമ്മുടെ ലൈഫിൽ ബാധിക്കും. ഞാൻ ഈ വീഡിയോയുടെ ആരംഭത്തിൽ ബ്രഹ്മമുഹൂർത്ത ദീപം തെളിയിക്കുമ്പോൾ അകൽ വിളക്കിലേക്ക്, അതായത് ചിരാതിലേക്ക് പച്ചക്കർപ്പൂരമാണ് ചേർത്തത്. ഒരു വെളുത്ത പൊടി ചേർക്കുന്നത് ശ്രദ്ധിച്ചു കാണും. അത് പച്ചക്കർപ്പൂരമാണ്. നമ്മൾ വീട്ടിൽ നിത്യവും വിളക്ക് വയ്ക്കുമ്പോൾ ആ എണ്ണയിലേക്ക് അല്പം പച്ചക്കർപ്പൂരം പൊടിച്ചത് ചേർക്കുന്നത് വളരെ നല്ലതാണ്. ഈ പച്ചക്കർപ്പൂരത്തിനൊരു ശക്തിയുണ്ട്. ധനത്തെ വല്ലാതെ ആകർഷിക്കുവാനുള്ള, മഹാലക്ഷ്മി വാസം ചെയ്യുന്ന മംഗളകരമായ, എല്ലാ വീട്ടിലും നിർബന്ധമായും വേണ്ടുന്ന ഒരു വസ്തുവാണ് പച്ചക്കർപ്പൂരം. പരിശുദ്ധമായിട്ടുള്ള പച്ചക്കർപ്പൂരം നമ്മുടെ വിബീസ് ലിറ്റിൽ വേൾഡിൻ്റെ സൈറ്റിൽ അവൈലബിൾ ആണ്. അല്ലെങ്കിൽ വാട്സാപ്പിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യുക. നല്ല പച്ചക്കർപ്പൂരം വേണമെന്നുണ്ടെങ്കിൽ ഈ പച്ചക്കർപ്പൂരം അല്ലെങ്കിൽ ജവാദ് പൊടി ഇതെല്ലാം നമ്മൾ ദീപം തെളിയിക്കുമ്പോൾ അല്പം എണ്ണയിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ വീട് മുഴുവൻ ആ ഒരു സ്മെല്ല് സ്പ്രെഡായി. പ്രത്യേകം ശ്രദ്ധിക്കുക, പച്ചക്കർപ്പൂരം തന്നെ ചേർക്കുക, നോർമൽ കർപ്പൂരമല്ല. ഈ പച്ചക്കർപ്പൂരത്തിൻ്റെ അല്ലെങ്കിൽ ജവാദിൻ്റെ മണം മുഴുവൻ നമുക്കങ്ങ് വീട് മുഴുവൻ അങ്ങ് ഫീൽ
ഫീൽ ചെയ്യാൻ സാധിക്കും. എന്ത് തന്നെ നെഗറ്റിവിറ്റി ഉണ്ടെങ്കിലും അതെല്ലാം പോയി എപ്പോഴും വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ വല്ലാത്തൊരു പോസിറ്റീവ് വൈബ് നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഈ സാധനങ്ങൾ പറഞ്ഞ സാധനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന സൈറ്റിൽ പോയിട്ട് ഓർഡർ ചെയ്യുക, അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇതുവരെ കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒത്തിരി നന്ദി. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഓം ശരവണ ഭവ. എല്ലാ പുകഴും മുരുകനയ്ക്ക്.